നമ്മുടെ സംസ്ഥാനത്ത് മറ്റ് പല സംസ്ഥാനങ്ങളെയും പോലെ തന്നെ അഴിമതി എന്ന് പറയുന്നത് പല സർക്കാർ ഉദ്യോഗസ്ഥരും അവരുടെ അവകാശമായിട്ട് അവർ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം അത് ശ്രദ്ധയപ്പെട്ടപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കീഴിലാണല്ലോ ഇപ്പോൾ വിജിലൻസിൻ്റെ വകുപ്പ്, ആഭ്യന്തരവും വിജിലൻസും. രമേശ് ചെന്നിത്തല ഒരു തീരുമാനമെടുത്തു. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ടേമിൽ ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഉണ്ടായ ഒരു പ്രവർത്തനം ഓപ്പറേഷൻ കുബേര എന്ന് പറയുന്ന ഒരു വൻ വിജയമായിരുന്നു. ഒരുപാട് പാവങ്ങൾ യവന്മാരുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ ബ്ലേഡ് പലിശക്കാരുടെ ഒരുപാട് പേര് അത് കേസായി അകത്തായി പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊരു വലിയ നേട്ടമായിരുന്നു. അത് ഈ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷം ആ സാധനം ഇല്ല. യവന്മാർ യഥേഷ്ടം വിഹരിക്കുകയായിരുന്നു. ഇത് ഇനിയും അത് തിരികെ കൊണ്ടുവരണം എന്ന് എനിക്ക് ഒരപേക്ഷയുണ്ട്. കാരണം ഒരുപാട് പേര് ഇപ്പോഴും കഷ്ടപ്പെടുന്നുണ്ട്. ആത്മഹത്യകൾ പലപ്പോഴും പെരുകുന്നത് ഈ ബ്ലേഡുകാരുടെ കഴുത്തറപ്പ് കൊണ്ടാണ്. നിവൃത്തിയില്ല. ആ ഏതൊക്കെ വിധത്തിലാണ് അവർ ചെയ്യുന്നതെന്നൊന്നും നമുക്ക് പറയാൻ ഒക്കത്തില്ല. ആളുകൾ പൈസ ഇല്ലാതെ വരുമ്പോൾ അത്യാവശ്യത്തിന് ആ കാശ് വാങ്ങിച്ചു പോവും. കുറ്റമല്ല, വേറെ മാർഗമില്ലാതെ ചെയ്യുന്നതാണ്. ബാങ്കുകൾ കൊടുക്കത്തില്ല. പാവങ്ങൾ ഒരു ലോൺ ചോദിക്കാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവന്മാർ കൊടുക്കത്തില്ല. നേരെ മറിച്ച് വിജയമല്യെ പോലുള്ളവന്മാർക്ക് ആയിരക്കണക്കിന് കോടി വാരി കൊടുക്കും. ഒരു പ്രശ്നമില്ല, അവന്മാർക്ക് തിരിച്ചു കൊടുക്കണ്ട. എന്നിട്ട് അവിടെ സുഖവാസം നടത്തുകയാണ് വിദേശത്ത്. കുറേ പേരുണ്ടല്ലോ, നീരവ് മോദി നമ്മൾ കണ്ടേക്കുന്നതാണ്. അപ്പോൾ ഇതുണ്ട്. അത് ഈ പാവങ്ങൾ ലോൺ ചോദിച്ചാൽ ഇവർ കൊടുക്കുകയല്ല. അതിനുള്ള ഒരു മാർഗം സർക്കാർ ഉണ്ടാക്കേണ്ടതാണ്. അത് ശ്രീ വി ഡി സതീശൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബാങ്കുകളുടെ അവരെ വിളിച്ച് സംസാരിച്ചിട്ട് ഈ പാവങ്ങൾ ലോൺ ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ലോൺ കൊടുക്കണം. ചെറിയ തുകയായിരിക്കും അവർ ചോദിക്കുന്നത്. അതിന് പകരം അവർ നിവൃത്തിയില്ലാതാണ് ഈ പലിശക്കാരുടെ ബ്ലേഡുകാരുടെ അടുത്തോട്ട് പോകുന്നത്. ബ്ലേഡുകാർ ചെന്ന് കഴിഞ്ഞാലോ അവന്മാരങ്ങ് റെഡിയാക്കി എടുക്കും. നല്ല വാചകങ്ങളും പറഞ്ഞ് ആദ്യം ഇതിങ്ങോട്ട് കൊടുക്കും. കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് അടച്ചാലും കൊടുത്താലും തീരത്തില്ല ഒരിക്കലും. എന്നും ബാധ്യത അവിടെ കിടക്കും. അങ്ങനെ കിടക്കണമല്ലോ, അതാണല്ലോ അവർക്ക് വേണ്ടത്. അപ്പോൾ ഇത് അത് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഈ അഴിമതി ഇത്രയും കൂടി എന്ന് മനസ്സിലാക്കിയപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല ഉദ്യോഗസ്ഥരുടെ, വിജിലൻസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ യോഗം വിളിച്ചിട്ട് ഒരു തീരുമാനമെടുത്തു. ഓപ്പറേഷൻ സീറോ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്, ആ പ്രോജക്ട്സ് ഓപ്പറേഷൻ സീറോ, അതാണ് ആ പ്രോജക്റ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി സീറോ, 0-ലേക്ക് കൊണ്ടുവരിക. അതത്ര നടക്കാൻ എളുപ്പമുള്ള കാര്യമൊന്നും അല്ലെങ്കിൽ പോലും അതൊരു വലിയ നടപടിയിലേക്ക് കലാശിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ തെളിവാണ് കക്കൂസ് മാലിന്യം കൊണ്ടുപോകുന്ന വണ്ടിയുണ്ടല്ലോ, ആ വണ്ടി പോലീസുകാർ പിടിച്ചകത്തിട്ടു. ചേർത്തല DYSP ആണ്. അദ്ദേഹം വളരെ മിടുക്കനാണ്, കൊല്ലംകാരനായ. കണ്ടിരുന്ന എനിക്ക് തന്നെ നാണക്കേടായി, എൻ്റെ ജില്ലയിൽ നിന്നുള്ളതാണ് അറിഞ്ഞപ്പോൾ. ആ മാലിന്യം കൊണ്ടുപോകുന്ന വണ്ടി പിടിച്ചകത്തിട്ടിട്ട് അത് റിലീസ് ചെയ്യണമെങ്കിൽ 50,000 രൂപ കൊടുക്കണം. നിവൃത്തിയില്ലാതെ ഇയാൾ അവസാനം അത് മാത്രം ഈ വണ്ടികളെല്ലാം പിടിക്കും. അത് പിടിക്കാതിരിക്കണമെങ്കിൽ ആദ്യം ഇയാൾക്ക് ഡെപ്പോസിറ്റ് 1,00,000 രൂപ കൊടുക്കണം. എന്നിട്ട് മാസം തോറും അയാൾക്ക് അതിനകത്ത് കൊടുക്കേണ്ട പൈസ എന്ന് പറഞ്ഞത് ഞാൻ 25,000 രൂപ അത് കൊടുത്തോണം, മാസം പടി. അപ്പോൾ അയാൾ ഈ പാവപ്പെട്ട കക്കൂസുകാരെ കൊടുത്തത് 15,000 രൂപ. അത് പോരാ. മാത്രമല്ല ഈ DYSP അയാളുടെ പേര് അനിൽ എന്നാണ് കേട്ടോ, T അനിൽ. അയാൾ ചേർത്തല DYSP ആണ്. അയാൾ ചെയ്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ കാര്യം. അയാൾ പറഞ്ഞു, അയാൾ ചോദിച്ചു, എനിക്ക് ഉടനടി ഒരു 2,00,000 രൂപ വേണം. അത് 10,00,000 രൂപ വേണം, ഉണ്ടെങ്കിലേ ഒക്കൂ. എൻ്റെ വീട് പണിയുടെ കൊല്ലത്ത് ഇവൻ്റെ വീട് പണിയായി വല്ലവനും കക്കൂസ് കഴിയുമ്പോൾ കാശ് കൊണ്ട് കൊടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ പോലീസുകാരും സർക്കാർ ഉദ്യോഗസ്ഥരും പെരുമാറുന്നതാണ് ഞാൻ ഈ പറയുന്നത്. അവൻ്റെ വീട് കൊല്ലത്ത് പണി നടക്കുന്നെന്ന്. ആ പണി നടക്കാൻ ഇനി അതിൻ്റെ വേണ്ടി അന്വേഷണം വേണം. അവൻ എങ്ങനെയായി പണിഞ്ഞേക്കുന്നെന്ന്. ഇതേപോലെ കണ്ടവൻ്റെ കക്കൂസ് കഴിയുന്നവൻ്റെ ഇന്നെല്ലാം വാങ്ങിച്ച പണമാണ്. ഈ കക്കൂസ് ലോറി പിടിച്ച് അകത്തിട്ടു. അത് റിലീസ് ചെയ്യണമെങ്കിൽ ആദ്യം 1,00,000 രൂപ അതിന് കൊടുക്കണം. പിന്നെ മാസം തോറും 25,000, 15,000 പോരാ, 25,000 രൂപ കൊടുക്കണം. ഇത് 1-2 ആളുകളല്ല, ഒരുപാട് പേര് ഈ ഇതിനകത്തുണ്ട്. ഈ ഇടപാടിലുള്ള, ഈ ബിസിനസ്സിലുള്ളതാണ്. അവരുടെ ഇന്നെല്ലാം ഇതുപോലെ പണപ്പിരിവ് നടത്താമെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിക്കോളൂ. നാറ്റ കേസെന്ന് നമ്മൾ പറയാറുണ്ട്.
ഈ പണം വാങ്ങിച്ചത് അതിലും നാറിയ കേസല്ലേ. ഇങ്ങനെയുള്ളവൻ്റെ കയ്യിൽ നിന്നാണ് അവൻ കാശ് വാങ്ങിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. കക്കൂസ് കഴുകി ആ മാലിന്യം കൊണ്ട് കളയുന്നതിന് ആ കയറ്റുന്ന വണ്ടി അത് പിടിക്കാതിരിക്കണമെങ്കിൽ ഇവന് 25,000 രൂപ കൊടുത്തോണം മാസം, അല്ലേ പിടിക്കും. അങ്ങനെ ഒരുപാട് പേരുടെ വണ്ടി ഇവനെ തടയുന്നുണ്ട്. കാരണം കാശും കൊടുത്തിട്ട് അവർ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഒരു തവണ പിടിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു പാവപ്പെട്ട ഒരുത്തൻ്റെ വണ്ടി പിടിച്ചു. ഏതായാലും അയാൾ ഏതും നിവൃത്തിയില്ലാതെ അത് റിലീസ് ചെയ്യണമെങ്കിൽ 50,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കൊടുത്തു. വിജിലൻസിനെ അറിയിച്ചിട്ട് കൊണ്ട് കൊടുത്തു. കൈയോടെ കൂടി പിടികൂടാൻ ചെന്നപ്പോഴോ വീടിൻ്റെ മേളിൽ ടെറസിൽ നിന്ന് യവനെ എടുത്ത് താഴെ ചാടി ഒരു വെട്ടുകത്തി വീശി. ഈ പോലീസ് ഉദ്യോഗസ്ഥരെ, വിജിലൻസ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണല്ലോ, അവർ വെട്ടുകത്തി വീശി ആക്രമിക്കാൻ നിന്നു. ഇതും കഴിഞ്ഞ് എടുത്തിയാടി ഓടി. ഇവർ ഓടിച്ചിട്ടവനായിട്ട് പിടിച്ചു കേട്ടോ. ഈ ടെറസിൽ നിന്ന് എടുത്തിയാടി കാലിനെങ്ങാണ്ട് പരുക്കം പറ്റിയിട്ടുണ്ട്. ഈ നാറയ്ക്ക് ഇത് വേണം, ചത്തുപോണമായിരുന്നു യഥാർത്ഥത്തിൽ ആ വീഴ്ച. അതായിരുന്നു വേണ്ടത്. ഇത് പോലീസിന് മുഴുവൻ നാണക്കേടല്ലേ. ഈ കക്കൂസ് കഴിയുന്ന കാശ് വാങ്ങിക്കുന്നവരുണ്ടല്ലോ, ശരീരം വിൽക്കുന്ന നമ്മുടെ സഹോദരിമാർ നിവൃത്തിയില്ലാതെ അവരുടെ നിന്ന് പണം വാങ്ങിക്കും, പണം പറ്റും. ഇതുപോലെ കക്കൂസ് കഴുകി കൊണ്ടുവന്ന് ഇതിന് അതിൽ നിന്ന് പണം പറ്റും. എന്ത് നാറ്റവും യവന്മാർ കാണിക്കും. ഇത് കേരള പോലീസിന് മുഴുവൻ നാണക്കേടാണ്. ഏതായാലും ആ വിജിലൻസ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ, യവനെ പിടികൂടിയവർ അവരെ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ളവന്മാരെ ഒതുക്കണം. ആരെയായാലും എവിടെ ആയാലും ഈ കൈക്കൂലി എന്ന് പറയുന്നുണ്ടല്ലോ, അത് ആലോചിച്ച് നോക്കി. ഇവന്മാർക്ക് ശമ്പളം ഉണ്ടല്ലോ, മാസം സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ട്, നമ്മൾ ആ ശമ്പളം കൊടുക്കുന്നത്. ഇതൊന്നും പോരാ. ഇത് അവന് വീട് വെക്കണം, അവന് മണിമാളിക കെട്ടാൻ ബാക്കി നമ്മൾ കാശുണ്ടാക്കി കൊടുക്കണം. ഈ കാഴ്ചപ്പാടുണ്ടല്ലോ ഈ ഉദ്യോഗസ്ഥർ, അതൊന്നും മാറ്റണം. അത് ഏതായാലും വിജിലൻസിൻ്റെ തലപ്പത്തുള്ള ഈ തീരുമാനമെന്ന് പറയുന്നത്, ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഈ തീരുമാനം വളരെ നല്ലതാണ്. ഓപ്പറേഷൻ സീറോ എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ് ഒരു വൻ വിജയമായി മാറട്ടെ. ഓപ്പറേഷൻ കുബേര പോലെ ആ ഓപ്പറേഷൻ കുബേരയും തിരിച്ചു വരണം. ഇതേപോലെ അഴിമതി തുടച്ചു നീക്കണം. അഴിമതിയൊന്നും ഇവിടെ ഒരുത്തൻ്റെ അവകാശമല്ല. പാവങ്ങളുടെ ഇന്ന് വീണ്ടും പൈസ പിടിച്ചു പറിക്കുന്ന ഈ ഇടപാട് അത് മാറ്റണം. ഇതേപോലെ തന്നെ എന്നിട്ട് എന്താ കാണിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് വെട്ടുകത്തി വീശി ബാക്കി വിജിലൻസ് ഉദ്യോഗസ്ഥരെ ആറ്റി നിർത്താൻ പിടിക്കാതിരിക്കാൻ. അവസാനം എന്നിട്ട് ഓടി. ഇവർ ഓടിച്ചിട്ട് പിടിച്ചു. അതിനെ ബലം പ്രയോഗിച്ച് കീഴടക്കുകയാണ്. ആ രീതിയിലാണ് ഒരു പോലീസുകാരനാണെന്ന് നോക്കണം. ഇവനെ ഒന്നും സർവീസിൽ കാണരുത്. ഇവന് വേറെ പണിയാണ് നല്ലത്. ആ പണിക്ക് അങ്ങ് വിട്ടേക്കണം. ഇത് വേണ്ട നോക്കണം. അതാ ചെയ്യേണ്ടത്. ഏതായാലും ഇതുപോലുള്ള ഇടപാടുകൾ നിർബന്ധമായിട്ടും ഈ വിജിലൻസ് തുടരണം. അഴിമതി തുടച്ചു നീക്കണം. അതായിരിക്കട്ടെ നമുക്ക് കാണേണ്ട കാഴ്ച.